അല്ല, ഇനിയിപ്പോൾ അഴിമതിയെക്കുറിച്ചൊന്നും കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഒന്നും പറയാനില്ല. എന്തിനാ അഴിമതിയെക്കുറിച്ച് എന്താ കോൺഗ്രസ്സിന് പറയാനുള്ളത്? മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിനി എന്താണ് അവരുടെ കാഴ്ചപ്പാട്, അഴിമതിയെക്കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാട് എന്താണെന്നുള്ള പ്രകടന പത്രികയിൽ വന്നിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രകടന പത്രികയിൽ പ്രധാനപ്പെട്ടത് കള്ളപ്പണം വെളുപ്പിക്കുന്ന നിയമം റദ്ദ് ചെയ്യുന്നതാണ്. അതൊക്കെ മാസപ്പടി സ്വീകരിക്കുന്ന മക്കളൊക്കെയുള്ള മുഖ്യമന്ത്രിമാർ ഉൾക്കൊള്ളുന്നൊരു പാർട്ടിക്ക് സ്വർണ്ണക്കള്ളക്കടത്തും ഈന്തപ്പഴ കടത്തും ഡോളർ കടത്തും ഒക്കെ ഉള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കുന്ന എതിരായിട്ടുള്ള നിയമം പിൻവലിക്കേണ്ടി വരും. നോക്കൂ നിങ്ങൾ. കോൺഗ്രസിനും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വന്നാൽ ഇത് തന്നെയാണ് ഉണ്ടാവുക. കാരണം അഴിമതി തങ്ങളുടെ മൗലികാവകാശമാണ്, ജന്മാവകാശമാണെന്ന് കോൺഗ്രസ് കരുതുന്നത്. അല്ല, ഞങ്ങൾ പല രീതിയിലും ഭയപ്പെടുകയാണ്. ഇപ്പോൾ നിഷ്പക്ഷവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി LDF അക്രമത്തിലേക്കാണോ നീങ്ങുന്നത് എന്നതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഇന്നലെ നടന്ന ബോംബ് നിർമ്മാണവും അതിൽ നിരവധി ആളുകൾ CPM പ്രവർത്തകർ പരിക്ക് പറ്റിയ സംഭവം. ഇത് കേവലം ഇപ്പോൾ ഇതൊരു ബോംബ് സ്ഫോടനം നടന്നതുകൊണ്ടാണ് ഇത് പുറം ലോകം അറിയുന്നത്. സ്ഫോടനം നടന്നില്ലെങ്കിൽ പുറം ലോകം അറിയില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ബോംബ് നിർമ്മാണം? ഇപ്പം വീണ്ടും മാർക്സിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് അക്രമത്തിലേക്കാണോ നീങ്ങുന്നത്? രാഷ്ട്രീയ എതിരാളികളെ ആയുധം ഉപയോഗിച്ച് നേരിടാനാണോ ശ്രമിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പം മറ്റു സംഭവം, ഞങ്ങളുടെ പൊന്നാനിയിൽ ഞങ്ങളെ സ്ഥാനാർത്ഥി അവിടുത്തെ കുറ്റിപ്പുറത്തെ ലോ കോളേജിൽ വോട്ട് ചോദിക്കാൻ പോയ സമയത്ത് SFIയും MSFും അതുപോലെ ജിഹാദി സംഘടനകളും ഒരുമിച്ച് ഞങ്ങളെ വനിതയായിട്ടുള്ള സ്ഥാനാർത്ഥിയെ തടഞ്ഞു. അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചു. ഇങ്ങനെ മലപ്പുറത്തും പൊന്നാനിയിലും NDA സ്ഥാനാർത്ഥിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ്. ഇപ്പോൾ ഇക്കാര്യത്തിൽ എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് CPM അക്രമത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള ആശങ്കയാണ് ഞങ്ങൾക്കുള്ളത്. സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടും എന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഞങ്ങൾ ഇക്കാര്യം ഇലക്ഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരം CPMൻ്റെ അനുഭാവികളോ പ്രവർത്തകന്മാരോ ആണെന്നാണ്. ഇനി അല്ലെന്നവർ തെളിയിക്കട്ടെ. അല്ല, ഞാൻ SDP തള്ളിപ്പറഞ്ഞതിൻ്റെ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞു. രണ്ടാമത് ആവർത്തിക്കേണ്ടതില്ല. ഇപ്പം മാർക്സിസ്റ്റ് ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ലീഗിൻ്റെ ഹരിത പതാക അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിക്കുന്നതിനെ ഭയപ്പെടുന്നു. അത് ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുകയാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പതാക മാറ്റാൻ അവർ തീരുമാനിച്ചു. പക്ഷേ ലീഗ് പിന്നീട് കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തി ലീഗിൻ്റെ കൊടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൊടി ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ലീഗിൻ്റെ ഭീഷണിക്ക് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം മുട്ടുമടക്കിയിട്ടാണ് അവരെ ത്രിവർണ്ണ പതാകയും ഉപേക്ഷിക്കേണ്ടി വന്നത്. ഈ വർഗീയ സംഘടനകൾക്ക് മുന്നിൽ, മതഭീകര സംഘടനകൾക്ക് മുന്നിൽ കോൺഗ്രസ് അടിയറവ് പറയാൻ തയ്യാറാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ കൊടി ഉപേക്ഷിച്ച ഈ വയനാട്ടിലെയും വടകരയിലെയും കൊല്ലത്തെയും സംഭവം വ്യക്തമാക്കുന്നത്.
എത്രമാത്രം കോൺഗ്രസ് രാഷ്ട്രീയമായി അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ള പ്രകടമായ ഉദാഹരണമാണിത്. അല്ല, എതിരാളികൾ പറയുന്നതിനനുസരിച്ചല്ലല്ലോ തീരുമാനമെടുക്കേണ്ടത്. അല്ല, അത് പ്രചരിപ്പിക്കാതിരിക്കോ അത് വേറൊരു ഭാഗം. ഒരു പാർട്ടി എടുക്കേണ്ട തീരുമാനം എന്താ? അങ്ങനെയാണെങ്കിൽ എതിരാളികൾ പ്രചരിപ്പിച്ചതിനോട് യോജിക്കുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. പാകിസ്ഥാന്റെ പതാകയാണ് എന്ന നിലയിൽ ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ ഒരു ക്യാമ്പയിൻ നടത്തുകയും ആ ക്യാമ്പയിൻ ബിജെപിയുടെ പ്രധാന നേതാക്കൾ നോണ്ടുകയും ചെയ്തു, ഉൾപ്പെടെ. അല്ല, അവരുടെ ഭാഗം ഞാൻ ചോദിക്കട്ടെ, എതിരാളികൾ എന്തോ പ്രചരിപ്പിക്കുന്ന അവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയം. ഈ സ്വന്തം പതാക പിടിക്കാൻ ധൈര്യമില്ലാത്തൊരു പാർട്ടി, ഈ പാർട്ടി എന്തിനാ പ്രവർത്തിക്കുന്നത്? ഒരു സ്വന്തം പതാക അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ എന്ത് വിളിക്കണം? എന്നാൽ പിന്നെ എല്ലാവർക്കും ഒരു വെള്ള പതാക പിടിച്ചാൽ പോലെ. ഇപ്പം മതഭീകര സംഘടനകളുടെ, വർഗീയ സംഘടനകളുടെ മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കുകയാണ്. അതാണ് ഈ വയനാട്ടിലെ സംഭവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശ്രീ MT രമേശിൻ്റെ മൂന്നാം ഘട്ട പര്യടനം, സ്വീകരണത്തോടു കൂടിയുള്ള പര്യടന പരിപാടി, അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇന്ന് താമരശ്ശേരി മണ്ഡലത്തിലെ കട്ടിപ്പാറയിൽ വെച്ച് നമ്മുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ PK കൃഷ്ണദാസ് നിർവഹിക്കുന്നതാണ്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക്. മറ്റൊന്ന്, കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശം പകർന്നുകൊണ്ട് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ കോഴിക്കോട്ടേക്ക് എത്തുകയാണ്. നാളെ വൈകിട്ട് നടക്കുന്ന റോഡ് ഷോയിൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ JP നദ്ദാജി പങ്കെടുക്കുന്നതാണ്. വൈകുന്നേരം അരയിടത്ത് പാലത്ത് നിന്ന് ആരംഭിച്ച് മുതലക്കുളത്ത് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് റോഡ് ഷോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാവൂർ റോഡ് അറൗണ്ട് 5 ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഫൈനൽ ചാർട്ട് ഇപ്പം ഇന്ന് വരികയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്.